ഈ അവസാനത്തെ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഇവിടുന്ന് നമ്മൾ മാറി കയറാണ് ചെയ്യേണ്ടത് ഡിസ്നി ലാൻഡിലേക്ക്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെട്രോയുടെ ഇൻസൈഡ്. നമ്മളിപ്പോൾ ഉള്ള സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്സ് എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു സൈൻ ബോർഡ്, അതായത് എങ്ങോട്ടാണ് പോകുന്നതിൻ്റെ ഒരു ബോർഡുള്ളത്. M6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോ 6 ആണ്, നമ്പറാണ്. ആ മെട്രോ 6 നമ്പറാണ്. അതിൻ്റെ പ്ലേസ് ഇവിടെ താഴെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രെയിനിന് 4 മിനിറ്റിൻ്റെ ഉള്ളിലുണ്ടാവും, സെക്കൻഡ് ട്രെയിന് 9 മിനിറ്റിൻ്റെ ഉള്ളിലുണ്ടാവും എന്നൊക്കെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സോ ഗൈസ്, ദിസ് ഇസ് ദ ഫൈനൽ ഡേ ഇൻ പാരീസ്. അപ്പോൾ നമ്മൾ ഡിസ്നി വേൾഡിലോട്ട് പോവുകയാണ്. ഡിസ്നി വേൾഡ്, വാൾട്ട് ഡിസ്നി, ഇതെല്ലാം ഓപ്പോസിറ്റാണ്. അപ്പോൾ 1 ഡേ നമ്മൾ എടുത്തിട്ടുള്ള, ശരിക്കും 2-3 ഡേയ്സ് വേണം കാണാൻ. അപ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകും. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ്, ചേഞ്ച് ചെയ്യേണ്ട സ്റ്റോപ്പ്. അതായത് ഇവിടെ നിന്ന് കയറി ഈ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇനി രണ്ടാമത്തെ സ്റ്റോപ്പിലേക്ക്, അതായത് ഈ അവസാനത്തെ സ്റ്റോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് പാർക്ക് ഡിസ്നി ലാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്നി ലാൻഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നേരെ റൈറ്റിലേക്ക് പോയി ഇവിടെ കാണിക്കും, എല്ലാ ട്രെയിനിൻ്റെ ഡയറക്ഷൻ കാണിക്കും. M1 എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് Aയിലാണ് പോകേണ്ടത്. അപ്പോൾ A ഡയറക്ഷനിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഗൈസ്, ഇത് കണ്ടോ, നമുക്ക് പോകേണ്ട രണ്ടാമത്തെ സ്റ്റോപ്പാണ് നമുക്ക് പോകേണ്ടത്. എനിക്ക് ഫ്രഞ്ച് അറിയാത്തോളം ഞാൻ പ്രൊനൗൺസ് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മളുടെ 7 മിനിറ്റ്സ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ ജസ്റ്റ് ആ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, മിസ്സായി. ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചാടി കയറാനൊന്നും പറ്റില്ല നമ്മുടെ നാട്ടിലുള്ള. അപ്പോൾ അതുകൊണ്ട് വെയിറ്റിംഗ് ആണ്. 7 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പോകണം. 9 o'clock ഡിസ്നി ലാൻഡ് ഓപ്പൺ ആവുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. ബട്ട് നമ്മൾ അവിടെ നിന്നൊരു നിയർലി 40 മിനിറ്റ്സ് ട്രെയിനിൽ വന്ന് പോകണം എന്നുള്ളതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയതാണ്. എണീക്കാനും വൈകി. കാരണം ഇവിടെ ഇപ്പോൾ സൺറൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 8:15 ആവും. നമ്മൾ ഉറങ്ങുമ്പോൾ ഇരുട്ടായതുകൊണ്ട് റൂമിൽ ഇരുട്ടായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ വിചാരിക്കും രാവിലെ ആയിട്ടില്ല, അലാമൊക്കെ ഓഫ് ആക്കി കിടക്കും. അപ്പോൾ അങ്ങനെയാണ് പറ്റിയത്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ 9 o'clock തന്നെ എത്താൻ നോക്കുക, കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. കാരണം 1 ഡേ ആണ് നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പോകണമായിരുന്നു, എന്നാലും ഫുള്ളായിട്ടൊന്നും കാണാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ പകുതിയെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോകണം. കാരണം 2 ഡേയ്സ് ആൾക്കാർ കാണുന്ന സംഭവമാണ് നമ്മൾ ജസ്റ്റ് ഒരു ഡേ ആയിട്ട് കാണുന്നത്. അത്രയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ ഉണ്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഇത് കണ്ടോ നിങ്ങൾ, ഡബിൾ സ്റ്റോറീഡാണ്, 2 ഫ്ലോറുണ്ട്. ആദ്യമായിട്ടാണ് ട്രെയിനിൽ 2 ഫ്ലോർ കാണുന്നത്. ബസ് ഡബിൾ ഡെക്കറൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ട്, ഇവിടെ ഉണ്ട്, UK ഉണ്ട്. ബട്ട് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളായിരുന്നു. കാരണം നമ്മൾ പാരീസിൽ നിന്ന് ചെറിയ ദൂരത്തുള്ള ഐഫിൾ ടവർ പോലത്തെ മെട്രോയിൽ പോയപ്പോഴൊക്കെ സിംഗിൾ ഫ്ലോർ ആയിരുന്നു. ബട്ട് ഇത് 2 ഫ്ലോറുണ്ട്, എവിടെ വേണമെങ്കിലും ഇരിക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് ചേഞ്ച് ഉള്ള ട്രെയിനിൽ കയറി ഫൈനൽ ഡെസ്റ്റിനേഷൻ ഡിസ്നി വേൾഡിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലുള്ള ട്രെയിനാണ്, നമ്മുടെ വന്നിട്ടില്ല. ലെറ്റ്സ് സീ. താഴോട്ടുമുണ്ട്, മുകളിലോട്ടുമുണ്ട്. ഇതിപ്പോൾ ഗൈസ് നമ്മൾ മുകളിലത്തെ ഫ്ലോറിലാണ് ഇരിക്കുന്നത്. പിന്നെ താഴെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, കുറച്ചിങ്ങനെ ഒന്ന് പൊങ്ങിയിരിക്കുകയാണ്. നമ്മൾ മുകളിലത്തെ നിലയിലാണ്. സ്റ്റേഷനിലാണുള്ളത്. മെട്രോ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്നി ലാൻഡിലാണ് ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ മെട്രോയുടെ പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഡിസ്നി ലാൻഡ് പാരീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിൽ നമുക്ക് വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകളെല്ലാം കാണാം. നമുക്ക് ടിക്കറ്റ് ഇവിടെ ഷോ ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് വേൾഡ് ഫേമസ് വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഡിസ്നി ലാൻഡ് പാർക്ക്. അപ്പോൾ ഫസ്റ്റ് രണ്ടും ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്തായാലും ഡിസ്നി ലാൻഡിൽ കയറാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയറി. നല്ല മഴയാണ്, പറ്റിയ ക്ലൈമറ്റ് അല്ല. ബട്ട് നമുക്ക് ഇന്നേ ഓപ്ഷനുള്ളൂ വരാൻ.
അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വേൾഡ് ഫേമസ് ഡിസ്നി ലാൻഡ് പാർക്ക്. എല്ലാവരും ചൈൽഡ്ഹുഡ് മെമ്മറീസിലെ ഡ്രീമാണ് എല്ലാവരുടെയും. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ലെറ്റ്സ് ഗോ. So guys, this is the Disney World, Disneyland Park. So let's get inside. അപ്പോൾ ഗൈസ്, ഇതാണ് ഡിസ്നി ലാൻഡിൻ്റെ റെയിൽ റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിൻ യാത്രയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ പല റൈഡ്സും കാര്യങ്ങളുണ്ട്, ഏതിൽ വേണമെങ്കിലും കയറാം. അപ്പോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്റ്റീം എൻജിൻ പോകുന്ന പോലെ ഇങ്ങനെ ട്രെയിൻ പോകും. നമുക്ക് അതിൻ്റെ അകത്ത് ഇരുന്ന് ഓരോരോ സ്റ്റോപ്പിൽ ഇങ്ങനെ അവർ കാഴ്ചകളെല്ലാം കാണിക്കും. അവർ തന്നെ സ്റ്റുഡിയോ മാതിരി ഇട്ടിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ടണലിൽ കൂടെ പോവാണ്. ശരിക്കും നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി. കാരണം കുറച്ച് 3D എഫക്റ്റൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച. ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ഒരു സൈറ്റ്. എനിക്ക് ഫുൾ ജേർണിയിൽ ഏറ്റവും കൗതുകമായിട്ട് തോന്നിയൊരു കാഴ്ചയായിരുന്നു അത്.